வணக்கம் மக்களே, வெல்கம் டு த சேனல். நான் அஸ்வினி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா ஸ்வத்தி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. இன்னைக்கு நம்ம என்ன மூவி பார்க்க போறோம் அப்படின்னா, புள்ளிவால் கல்யாணம் அப்படின்னு சொல்லிட்டு. புள்ளிவாலா இல்ல புலிவாலான்னு தான் தெரியல. பட் ஆக்சுவலி ஒன் ஆஃப் த ஃபைனஸ்ட் காமெடி மூவிஸ் அப்படின்னு கேள்விப்பட்டேன். பயங்கர என்டர்டெய்னர் அப்படின்னு சொல்லிட்டு. இதை வந்து நிறைய பேர் சலீம் குமாரோட ட்ரிபியூட் மூவியாக பண்ணுங்க அப்படின்னு சொல்லி கேட்டிருந்தாங்க. இதில் வந்து மணவாளன்கிற கேரக்டர் பண்ணியிருக்காரு அப்படின்னு சொல்லி சொன்னாங்க. பயங்கர மெமரபுளான கேரக்டராங்க அது. ஓகே. ஈவன் தோ இது வந்து ஜெயசூர்யா, காவ்யா மாதவன் அவங்களோட லீட் ரோல் மூவியாக இருந்தாலும் நிறைய பேருக்கு வந்து இதில் சலீம் குமார் அவரோட ஆக்டிங் வந்து பயங்கர மெமரபுளான ரோல்னாங்க. அது போக ஓகே. ஆன் டாப் ஆஃப் இட் எனக்கு இந்த கேஸ்டே பார்த்தீங்கன்னா பயங்கர ஸ்டார் கேஸ்டாக தான் இருக்குது. ஜெயசூர்யா, காவ்யா மாதவன், சலீம் குமார், ஜெகதீஷ் ஸ்ரீகுமார், லாலு அலெக்ஸ், அசோகன், கொச்சின் ஹனீஃபா, ஆல்மோஸ்ட் என்னோட ஃபேவரட்ஸ் எல்லாருமே இருக்காங்க இதில். ஸோ பயங்கர எக்ஸைட்டட். படத்தை பார்க்கலாம். படத்தை முடிச்சு டிஸ்கஷன் வச்சிடலாம். வெள்ளமக்கா. எஸ். What is this? பட்டாஸ். லால். லால் இருக்காரு. അരുണാ ചായ കുടിച്ചിട്ട് മതി പണി അശോകൻ. எனக்கு ஒரு ചായ കൊടുங்க അശോകൻ. ചായ കുടിക്കലൊക്കെ നിന്നോട് ചൂടി ചായ വാങ്ങാനല്ലേ പറഞ്ഞു. വാങ്ങിച്ചപ്പോ നല്ല ചൂടായിരുന്നു. ഇതെന്താ കൂൾ ചായ? പുറത്തൊക്കെ നല്ല വെയിലല്ലേ, ഒരു കൂൾ ഡ്രിങ്ക്സ് ആയിക്കോട്ടെ എന്ന് കരുതി. പൊട്ടിക്ക് ഞാൻ. ഇപ്പോഴോ? രാത്രിയല്ലേ വെടിക്കട്ടെ? നീ വല്ല വാചകം ഒന്നും അടിക്കണ്ട. 2 മണിക്കൂർ കൊണ്ട് ഫിനിഷ് ചെയ്യണം. ഇത് ഫിനിഷ് ചെയ്യാൻ 2 മണിക്കൂർ 2 സെക്കൻഡ് വരെ ഇല്ലേ? വന്നല്ലോ അമ്മ, കഞ്ഞിയും ചമ്മന്തി എത്തി. അപ്പൊ ചായയും കഞ്ഞിയും ചമ്മന്തിയും കൂടി അടിക്കാം അല്ലേ? പോച്ച്. പടക്കപ്പോരയുടെ അടുത്ത് നിന്ന് അവിടെ വീഡിയോ വിളിക്കുന്നത്. ഒട്ടേന്ന് വിരിഞ്ഞില്ല, അതിനു മുമ്പ് വീഡിയോ വിളി തുടങ്ങി. വിശന്നിട്ടോ? വീടി വലിച്ചാ വിശപ്പ് മാറുന്ന് കാരണന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചേടാ, ഇതൊരു പുതിയ நான் கூட 10 ரூபான்னு நினைச்சேன். പറഞ്ഞില്ല. ஆனா இது forecast மாதிரி இருக்கு, foreshadow மாதிரி. ஆமா ஆமா. ഇവിടെ വന്നേ. എവിടെ നിന്റെ താമസം? ആൽത്തറയില്ല. അതല്ലട മരംകൂട, നിന്റെ വീട് എവിടെയാന്ന്? എന്തിനാ എന്നെ കൊണ്ടേ ആക്കാനാ? വീട് പൊളിച്ച് മാറ്റി ഓടിട്ട് ടർസ് വാർക്കാൻ. നിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് രണ്ടനമ്മ മാത്രമേ ഉള്ളൂ. അപ്പം അതിലിട്ടേണ്ടി വരും. അവർക്ക് എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. എന്താ അന്തയാ? അപ്പൊ കരണ്ടും വേണ്ട. ഇയാളെന്താ പൊട്ടനാ? அந்தேனா இது போல. കൊള്ളാടാ, നിന്നെ ഒറ്റ ഓട്ടത്തിൽ തന്നെ മനസ്സിലായി. அப்படிதான். ഈ തെണ്ടികൾ പറഞ്ഞു കൊടുത്തതായിരിക്കും. വെടിമരുന്നായിട്ട് തിരഞ്ഞിരിക്കല്ലോ. കഞ്ഞി എടുത്ത് വെച്ചു. വാ, നീ വാടാ, കഞ്ഞി കുടിക്കാം. എനിക്ക് വേണ്ട. ആ, ഓസിനെ കഴിച്ച ശീലയില്ല. അതിന് നീ കഞ്ഞി ഇങ്ങനെ ഓസിട്ട് വലിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദേ ഇങ്ങനെ ഇങ്ങനെ കഴിച്ചാ മതി. എനിക്ക് കഞ്ഞിയൊന്നും വേണ്ട. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു പണിതാ. നീ എന്ത് പണി ചെയ്യും? എന്റെ ഈ തണ്ടും തടിക്ക് അനുസരിച്ച് എന്തും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിനക്ക് ആനയെ കൊണ്ട് പിണ്ടം തൂറിക്കാമോ? നീ ഒന്ന് ചുമ്മാരിടാ. ഇവൻ എന്ന് പോലെ നമ്മുടെ പടക്കപ്പുരയുടെ വാച്ച്മാനാ. നീ ഇവനെ ആ പടക്കത്തിന് തിരി കൂട്ടാനും പൊതിയാനൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കും. കരുണേട്ടാ, ഇയാള് പടക്കപ്പണിക്ക് ഇരുത്താൻ പോവാ. ഞങ്ങളുടെ സ്കൂളില് ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയാ ഇത്. സ്കൂളിൽ നിന്ന് ഉച്ചക്കഞ്ഞി കിട്ടും. മാസം 100 രൂപയും തരും. മാസം 100 രൂപ? ഇപ്പൊ പഠിക്കുന്ന പിള്ളേർക്ക് ശമ്പളം ഉണ്ടാ? സ്കൂളിൽ കുട്ടികൾ പറഞ്ഞപ്പോ മാഷന്മാരെ പണിയാതിരിക്കെ എന്നെ ശമ്പളത്തിൽ നിർത്തിയതാ. ഇവിടെ ജോലി കിട്ടിയ സ്ഥിതിക്ക് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്യാം. നീ പഠിപ്പൊന്നും നിർത്തണ്ട, സ്കൂളുള്ളപ്പോഴൊക്കെ പൊയ്ക്കോ. വാ, കഞ്ഞി കുടിക്കാം. എന്റെ അമ്മ, എന്തൊരു ആക്രാന്തം! ഇവന് വീട് മേടിച്ചു കൊടുക്കാണ്ട ലാഭം. ഒന്ന് ചുമ്മാരിടാ. ഓലപ്പടക്കൊക്കെ എടുത്ത് മാറ്റി വെച്ചാൽ ഇല്ലെങ്കിൽ സമൂസ എന്ന് പറഞ്ഞെടുത്ത് തിന്നോവൻ. சமோசா. ஓலப்பழக்கம், ஓலை வெடி எடுத்து மாத்திட்டு சொல்றது போல. எல்லாம் ரிஸ்கியான ஜாப்க்கா. വേഗം കൊണ്ടോ ഞങ്ങരാ. ഞാനും കൂടെ വരട്ടെ പൊട്ടിക്കാൻ. ഇതൊക്കെ പുള്ളകളി, നീ എടുക്കങ്ങട്. നീ ഇവിടത്തെ വാച്ച്മാൻ അല്ലേ? തീപ്പൊരി ചേട്ടാ. ஐயோ. ஐயோ, கை போச்சு. கூப்பிட்டு வந்து சாப்பாடு போட்டதுக்கு സ്വന്തം ജീവൻ കളഞ്ഞ് ചെറുക്കൻ രക്ഷിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതിന് ഞാൻ ചത്തൊന്നുമില്ലല്ലോ. ചീറ്റിപ്പോയ പടക്കം പോലെ ഒരു വശം. ജീവനില്ലെത്തി കൈവച്ച് ഇവരെങ്ങനെ പോറ്റാനാ? പോരാത്തന്റെ ഒരു മെമ്പറും കൂടിയായി. ഒന്ന് പോയി തരാമോ എങ്ങനെങ്കിലും? എന്നെ എന്തിനാ രക്ഷിച്ചേ? ഞാൻ ചത്തിരുന്നെങ്കിൽ ആർക്കൊരു നഷ്ടം ഉണ്ടാവില്ലായിരുന്നു. ഞാനിനി പഠിക്കാനൊന്നും പോണില്ല. കൂടെ തന്നെ നിന്നോളാം. എന്ത് പണിയും ചെയ്തോളാം. കണ്ടോടാ,
ഇനി മുതല് ഇവനാണ് എന്റെ വലം കൈ. എന്റെ ഒരു കൈ പോയാലെന്താ, എനിക്കൊരു കുഞ്ഞനീനെ കിട്ടിയില്ലേ. ഇന്നു മുതല് എന്റെ ഈ അമ്മയും പെങ്ങളും ഒക്കെ നിന്റെയും കൂടെ. அப்ப இவருக்கு family எடுத்தோடனே இல்லையா? அழுக வச்சுட்டாங்கடா. സ്കൂളിൽ ഒന്നാമനല്ലേ, ഇനി പഠിക്കണം. പഠിച്ചു പഠിച്ചു വലിയ ആളാണ്. இவருக்கு ஃபேமிலில 2 பேர் இருக்காங்கன்னாங்களா, அவங்க എനിക്ക് என்னன்னாங்க? പണിയെടുക്കാതെ ജീവിക്കാം. தெரியல. കരുണാ, നിന്റെ കൂടെ എന്ന് ഞാൻ ഉണ്ടായിട്ടുണ്ട്. ഇനി പണിയെടുക്കാതെ ജീവിക്കാനാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാ. എന്താ വിശ്വസിക്കാൻ പറ്റണല്ലേ? ആരാടാ അത്? കള്ളനല്ല, കരുണനാ. ആ താനാണോ? എന്താ ഈ വെളുപ്പാങ്കാലത്ത്? എന്റെ അനിയൻ എഞ്ചിനീയർ ആകാൻ പരീക്ഷ എഴുതിയിരിക്കുക. പത്രത്തിൽ നിന്ന് ഫലം വരും. ഓ എങ്കിലും അറിഞ്ഞിട്ടേ ഞങ്ങളും പോകുന്നുള്ളൂ. ബസ് പോയോ? കാരണം ഇല്ല, അല്ല സമയം കഴിഞ്ഞല്ലോ. പോയിട്ടില്ല. 2 മണി മുതൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇന്ന് ഹരികൃഷ്ണന്റെ റിസൾട്ട് വരുന്ന ദിവസമാ. പത്രം ഇതുവരെ എത്തിയിട്ടില്ല. ആഹാ, എങ്കിലത് അറിഞ്ഞിട്ട് അടുത്ത ബസ്സിന് ഞാൻ പോകും. அவ்வளவுதான் ஊரே சேர்க்க போறாங்க. നീ വെടിക്കെട്ട് കഴിഞ്ഞ് പറഞ്ഞ വഴിയാ? വെടിക്കെട്ട് എന്റെ ചങ്കിനകത്താ. ഹൈ അതെന്ത് പറ്റിയടാ? അനിയന്റെ പരീക്ഷാഫലം കാത്തു നിൽക്കാണ്. ആഹാ അന്നെന്നത്തെ കച്ചവടം ഇവിടെ തന്നെ ആയിക്കളയാം. തോറ്റോന്നറിയാലോ. ശവം. ഇനി ഞാൻ ബില്ല് ഒന്ന് വേഗം നോക്കിയടാ. ഇതില് നമ്പർ ഇല്ലല്ലോ. പത്രക്കാർക്ക് ഇനി തെറ്റ് പറ്റിയായിരിക്കും. ഹരീഷിന്റെ ഫോട്ടോ റാങ്ക് ഉണ്ട്. 1ാം റാങ്കാ. ஓ ரேங்கா? എവിടെ? എനിക്കൊന്നും കാണാൻ പറ്റില്ല. അത് നിന്റെ കണ്ണ് നിറഞ്ഞേട്ടാ. ஓ. அந்த காலத்துல இன்ஜினியர் ரேங்க் நியூஸ் பேப்பர்ல தான் இருக்கு. இப்பெல்லாம் எவ்வளவு மதிக்க மாட்டான். നമ്മുടെ ഹരിക്കുട്ടൻ ജയിച്ചടാ. നല്ല ഫസ്റ്റ് റാങ്ക് കിട്ടി ജയിച്ചേ. ജയിച്ചടാ. റാങ്ക് കിട്ടി ജയിച്ച്. നോക്കണ വരക്കൊടന്നിട്ട് ഫോട്ടോ. അമ്മ ഇതാ നോക്കിയേ. 4 ഗുണ്ടെടുത്ത് കത്തിക്ക്. തെരുവ് നടക്കട്ടെ. பூமி குலுக்க പടക്കം പൊടിക്കാൻ വിശേഷിച്ച് ഉണ്ടാക്കിയ പടക്കം പൊട്ടുപോന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തായിരിക്കും. എനിക്കൊരു ചായ താടി. இவர் பேர் நான் மறந்துட்டேன். இவர் பேர் என்னது? ഞാൻ പടക്കം പൊടിക്കുന്ന இவர் ஜெகதி ஸ்ரீகுமார். ആ ജഗതി ജഗതി. എന്നിട്ട് വേണം അവന്മാര് ചിരട്ട കുണ്ടന്റെ നെഞ്ചാങ്കോട്ടേക്കിട്ട് പൊട്ടിക്കാൻ. അപ്പൊ നിനക്ക് സന്തോഷാവുമല്ലോ. എടി അവരോട് ഉടക്കാൻ കൊള്ളില്ല, അടുക്കാൻ ഒട്ടും കൊള്ളില്ല. തല്ലിപ്പുളികളാ തല്ലിപ്പുളികൾ. തല്ലിപ്പൊളികൾ. പോയി ചായ ഇട്ടോണ്ട് വാടി. ഓ எனக்கு ஜெகதிங்கிறது அவரோட ஊர் பேர் ஆக்சுவலி. ജഗദീഷ്. എയർപോർട്ട് ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഇന്ന് അഭിമാനിക്കുന്ന ദിവസമാണ്. നമ്മുടെ ഇടയിൽ ഒരാൾ റാങ്ക് നേടിയിരിക്കുകയാണ്. രാത്രി കാലങ്ങളിൽ ടാക്സി ഓടിക്കും, പകൽ കോളേജിൽ പോയി പഠിക്കും. ബാക്കി കിട്ടുന്ന സമയങ്ങളിൽ പുറത്തൊഴിലായ പടക്കക്കച്ചവടം ചെയ്യും. ഇതിനുള്ള സമ്മാനമായി ഇന്ന് നമുക്ക് കിട്ടുന്ന ലോങ് ട്രിപ്പ് ഹരികൃഷ്ണുള്ളതാണ്. കൂടാതെ എയർപോർട്ട് ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ വക ചെറിയൊരു ഉപകാരം. ഇതെന്നത്? ഫോണ് നോക്കിയ ഫോണ്. 0066. ഇത് ആര്? രാവിലെ നിന്റെ ചേട്ടന്മാർക്ക് എന്തായിരുന്നു ഭ്രാന്ത? ഓഹോ. കണ്ടോ മിടുക്കന്മാർ റാങ്ക് വാങ്ങിച്ചേക്കുന്നേ. പഠിക്കണ കാലത്ത് പെമ്പിള്ളേരെ പുറകെ നടന്ന് പോർക്കണായിരുന്നു. പക്ഷേ നമ്മൾ ഈ ടെസ്റ്റ് പാസ്സായില്ലേ? ഇതല്ല, ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കുന്നതാ ശരിക്കുള്ള ടെസ്റ്റ്. അതിന് ഞാൻ ചില പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഈ മതിലൊന്ന് ചാട്ടും. അയ്യോ അനങ്ങാതെ അടക്കുക. സംഭവം ഇരിക്കേ. ആരാ? ഇതെന്ത് ഫ്രണ്ട്സ് പടத்துல வரும்போது பில்டிங் சுத்தி வருவாங்க. എല്ലാരും ഓടി വരണേ. എന്താടാ? ഒരു കള്ളനങ്ങാട് ഓടിച്ചിട്ട്. എന്താ തിരിച്ചോടുന്നേ? അയ്യോ. ഒരു കള്ളനിങ്ങാട് ഓടി കയറിയിട്ടുണ്ട്. ഇത്രയും വീടുകൾ ഉണ്ടായിട്ട് ഈ വീടേ കണ്ടുള്ള ഓടിച്ചു കയറ്റാൻ. കള്ളനിന്റെ ഇടയിലുണ്ട്. மாட்டிக்கிட்டா. ഇത് ഫ്ലൂട്ട് വായിക്കാനുള്ളതല്ല, ഉണ്ടയിട്ട് ഷൂട്ട് ചെയ്യാനുള്ളതാണ്. ദാ കണ്ടോ, ഇറങ്ങി വാടാ. அவங்க பையன் தானே அது? അയ്യോ ചെവിടിയേക്കില്ലേ? ஆமா. എന്തിനാടാ നീ ഇവിടെ വന്നത്?
പറയണം. അല്ലാതെ എന്തിനാ ഈ ഏരിയയിലെ സകല മോഷണം നടത്തിയത് ഇവരായിരിക്കും. അയ്യോ ഞാൻ കള്ളനല്ല. ഇവന് ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കുന്ന സ്വഭാവമുണ്ട്. സോമരാജപുലിസം, എന്ത് സോമനാംബുലിസം. ഇവനെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ട. இன்சோம்னியா தான் அப்படி ഇല്ല, சொல்றாங்க. അവരെല്ലാരും ചേർന്ന് നിന്നെ പെരുങ്കള്ളനാക്കും. തൂക്കത്തില. എന്തിനാണ് അവിടെ കേറുന്നത്? தூக்கத்துல நடக்கிற ஸ்லீப் ശ്രീകുട്ടിയെ வாக்கிங். കാണാൻ. മാറിക്കാറ് ശ്രീകുട്ടിയെ കാണാൻ. അതെ, എന്തിന്? ഞങ്ങളൊന്നും ഇഷ്ടത്തില്ല. സറണ്ടർ ആയിട്ടാണ്. உண்மையை சொல்றது ആ பெட்டர். വെടിക്കെട്ട് ശാലയിലെ പെണ്ണിനെ ആ. ഇതിലും ഭേദം നീ കക്കാൻ കയറി എന്ന് പറയുന്ന നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാം. നേരെ ഒന്ന് വെളുത്തോട്ടെ, ഞാൻ എന്ത് വേണേലും ചെയ്യാം. അയ്യോ പാവം. കാലം ഒന്ന് പിരിഞ്ഞു പോകും. ഒരച്ഛന്റെ വേദന മനസ്സിലാക്കി വേണം അതിന്റെ മോനെ. അവരെ കൊള്ളിച്ചിടിക്കാൻ എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല, ഈ തടി ഇത്രയും പെരുപ്പിക്കാൻ ഞാൻ എന്തുമാത്രം പണം ചെലവാക്കിയെന്നറിയാമോ? ചോറ് പോട്ട് വളർത്തേണ്ടാറാ. നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. നാടുള്ളതിന് മുമ്പ് നാട് വിട്ടോണം. കുറച്ചാലും മലയിടിക്കുള്ളത് എന്റെ അമ്മയുടെ വീട്ടിൽ പോയി താമസിക്കും. മോനെ ഇത് അമ്പഴങ്ങ അച്ചാറ് കുറച്ചു നേരം ഒന്ന് അപ്പം മുട്ട ഉണ്ടാക്കി തരും. അത് മുഴുകിക്കൊണ്ട് അവനോട് ഇരിക്കാൻ പോവാ. ദാ, എങ്ങോട്ട് പോവാ? വാതിൽ തുറക്കാൻ. പാലോടി ഇറങ്ങിപ്പോടാ. ഗേറ്റ് ഇല്ല. എന്തിന് കേറ്റ്? മതിലിയാടുവോ? അയ്യോ, മതിലിയാട് അറിഞ്ഞുവിടാത്ത ഒരു മോൻ. പോടാ, നിന്റെ ഇല്ലേ സാധനം? നിന്റെ ഇല്ല സാധനം. ഓപ്പല തരണ്ടാറ്. പോടി, അതൊന്നും വേണ്ട. ദാ മതില് ടെക്നിക്ക് ഒന്നും പറഞ്ഞു തരണ്ടല്ലോ. டெக்னிக்கலா சொல்லி தர தேவையில்ல. പുള്ളി പിശാച്. ரைட். ചാടിച്ചത് വെറുതെ ആയോ? തന്തയും കൂടി ഇങ്ങോട്ട് ചാടിക്കോ. തന്തയും കൂടി ചാടി. ഞാൻ ഈ പണി നിർത്തി. நான் ஒரு பல வருஷம் ஆச்சு பிசினஸ். പറ്റുമോ? ചാടിക്കോ. വേണ്ട. മോനെ എങ്ങോട്ടാണാവോ പാക്ക് ചെയ്യുന്നത്? അവന്റെ അമ്മയുടെ വീട്ടിലേക്ക്, അല്ല അമ്പലത്തിലേക്ക്. ബാഗിൽ നാളികേരാ ഗണപതി കൊടക്കാൻ. ഒതുക്കി കുഴപ്പം ഉണ്ടാക്കരുത്. ഒരു കുഴപ്പമുണ്ടാവില്ല. ആ, പക്ഷെ ഇവനും എന്റെ പെങ്ങളും തമ്മിലുള്ള ബന്ധം ഈ കോളനി മുഴുവൻ അറിഞ്ഞ സ്ഥിതിക്ക് ആ. എത്രയും പെട്ടെന്ന് അവരുടെ കല്യാണം നടത്തണം. നടത്താം. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കണം. എന്റെ മൂത്ത മോളെ കെട്ടിക്കാൻ മുടക്കിയത് 10 ലക്ഷം, രണ്ടാമത്തോൾക്ക് 15 ലക്ഷം, അങ്ങനെ 25 ലക്ഷം ഈ കല്യാണ ബിസിനസ് ചെയ്യാൻ മുടക്കിയത്. ഈ ഒരു മുതല് കണ്ടിട്ടാ അതിന്റെ പലിശയെങ്കിലും കിട്ടാതെ ഈ കല്യാണം നടത്താൻ ബുദ്ധിമുട്ടുണ്ട്. എത്രയാണാവോ പ്രതീക്ഷിക്കുന്നത്? വെറും 10 ലക്ഷം. 10 ലക്ഷமா? അത്ര ഒന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. வரதட்சணை கேக்குறாரா? സംതിങ് ലൈക്ക് ദാറ്റ്. ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടാണെന്ന് ഉറപ്പാണോ? ഉറപ്പാ. എല്ലാവരും കേട്ടല്ലോ, 5 ലക്ഷം രൂപ ഇല്ലാതെ ഈ കല്യാണം നടക്കില്ല. ഇനി നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെയും എന്റെ ഭാര്യയും മോനെയും ജീവനോടെ ചുട്ടുകരിച്ചാലും ശരി, ഇതിൽ നിന്നും 1 രൂപ കുറയില്ല. 5 ലക്ഷം, 1 തരം, 2 തരം, 3 തരം. എന്ത് പറയുന്നു? എന്താ ഒന്നും ഉണ്ടാത്തെ? എന്റെ ഈ കൈ ഉണ്ടായിരുന്നെങ്കിൽ താൻ ഈ പറഞ്ഞ പണം തന്റെ മുഖത്തെ വലിച്ചെറിഞ്ഞ. കൈയില്ലല്ലോ, അപ്പൊ തരാനും പറ്റില്ല. എല്ലാവരും കേട്ടല്ലോ, നീ റിവേഴ്സ് ആറാ, കുറെ ഞാനും ഉണ്ട്. ரிவர்ஸா? ഏട്ടാ ഏട്ടാ സമ്മതിച്ചിരിക്കും, പണം ഞാൻ തരാം. ஒரு என்ஜினியர் ஆச்சுல സമ്മതിച്ചിട്ട് போ. കാര്യമില്ല, സമയം പറയണം. അല്ലാതെ എന്റെ മോനെ മൂക്കി പല്ല് വരുന്നവരെ മൂലക്കിരുത്താൻ പറ്റില്ല. എപ്പോ തരും? അത് ഇത് 3 മാസത്തെ സമയം തരും. അതിനുള്ളിൽ കാശ് തരുമെങ്കിൽ എന്റെ മോൻ നിന്റെ പെങ്ങൾക്ക് അല്ലെങ്കിൽ വല്ലോന്റെ പെങ്ങൾക്ക്. സമ്മതിച്ചോ? സമ്മതിച്ചു. ഉം, ഉം. പരീക്ഷ പാസ്സായിന്ന് കരുതി ഉടനെ നല്ല ജോലിയൊന്നും കിട്ടണമെന്നില്ല. അഥവാ കിട്ടിയാൽ തന്നെ 5 ലക്ഷം ഒന്നും ആരും അഡ്വാൻസ് ആയിട്ട് തരാനും പോണില്ല. അതിന് ബിസിനസ് തന്നെ ചെയ്യണം. അത് ശരിയാ. എന്ത് ശരി? അത് ശരിയല്ല. ശരിയല്ല അല്ലേ? കഴിഞ്ഞ തവണ ദീപാവലിക്കൊക്കെ എത്ര ഓർഡർ തമിഴ്നാട്ടിൽ നിന്ന് വന്നേ. കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്താ ഇത്തവണ ദീപാവലിക്ക് കാശ് വാരാം. അത് ശരിയാ. കല്യാണം നമുക്ക് പൊടി പൊടിക്കുകയും ചെയ്യും. അതെ. ഇനി ഇപ്പൊ ലോട്ടറി അടിച്ചാലും ശരി, ശ്രീകുട്ടി അവന് പിടിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. അവൻ വെറും മൊണ്ണയുടെ തന്തയുടെ വാക്ക് കേട്ട് കിടക്കുന്ന മൊണ്ണ. ശരിയാ, വെറും കൊച്ചു പിന്നാടി ഇരിക്കാം. എന്തായി മുരളി? എല്ലാവർക്കും എന്നോട് ദേഷ്യമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛനൊരു ടൈപ്പാ. എന്നാൽ അച്ഛനെ വിഷമിപ്പിക്കാനും എനിക്ക് കഴിയില്ല. എൻ്റെ അമ്മയുടെ കുടുംബസ്വത്തായിട്ട് കുറച്ച് സ്ഥലം എൻ്റെ പേരിലുണ്ട്. അത് വിറ്റ് ഞാൻ കാശ് തരാം. ആരും അറിയണ്ട. അത് വേണ്ട, അത് ശരിയാവില്ല. ഇത് പറയാനുള്ള മനസ്സുണ്ടായല്ലോ, അത് മതി. ഇവനാള് കുഴപ്പമില്ലല്ലേ? അതെ, ഇവൻ ആള് മൊണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവനാ. ഇവൻ നമ്മുടെ ശ്രീകുട്ടി இந்த டயலாக் ஏன் அடிக்கடி சொல்றாங்க? தந்தைக்கு பிறந்தவன், நாயிண்ட மோகன், മണവാളൻ. മണവാളൻ. എനിക്കൊരു പ്രശ്നമല്ല. ഇതെന്താണെന്നറിയാമോ? അബ്ദുള്ള. ഇതെന്താണെന്നറിയാമോ? ഷേഖ് അബ്ദുള്ള.
അങ്ങ് ഷേഖ്. ദുബായിൽ ഈ അബ്ദുള്ളയുടെ അബ്ദുള്ള ഷേഖ്. ഇടകൈയാണ് ഞാൻ. സാധാരണ എല്ലാവരും വലം കൈന്നല്ലേ പറയാറ്. അങ്ങ് ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ. മാത്രമല്ല അവർ ഈ വലം കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. ചിരിക്കുകയാണോ കരയുകയാണോ? ആ ബൈ ദ ബൈ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്, അതെ എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. അതെ. എന്നെ ഇട്ടുകൊണ്ടാണുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ടം. സാറിന്റെ മക്കളുടെ ഭാഗ്യം. എനിക്ക് മക്കളില്ല. എനിക്ക് മക്കളേ ഉള്ളു. ഡോക്ടറെ കാണിച്ചില്ലേ? അയ്യോ, ഞാൻ ബാച്ചിലറാ. എന്റെ അച്ഛനും ഒരു ബാച്ചിലർ ആയിരുന്നു. അപ്പൊ മുത്തച്ഛനോ? ക്രോണിക് ബോർഡ് എന്താ? ഈ ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളീസ് പറഞ്ഞു നടക്കുന്നു എനിക്ക് ദുബായിൽ കൂലിപ്പണിയാണെന്ന്. അതുകൊണ്ട് എന്റെ മാങ്കിലും നടക്കുന്നില്ല. നാട്ടിലൊരു ലേബൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ മണവാളൻ സൺസ് എന്ന ബോർഡും ഈ സ്ഥാപനവും പിന്നെ ഈ പൈപ്പും ആസ് വെൽ ആസ്. ഞാൻ സത്യം പറയട്ടെ, പറയൂ. ഫൈനാൻസിയേഴ്സിന്റെ ഇടയിൽ ഞാനൊരു കന്യകനാണ്. ഞാൻ ഇന്നേ വരെ ആർക്കും 10 പൈസ കൊടുത്തിട്ടില്ല. ഈ ദീപാവലി എന്ന് പറയണത് ഞങ്ങള് പടക്കക്കാരുടെ ചാകരയാണ്. ഇച്ചിരി കാശി പടക്കത്തേൽ എറിഞ്ഞ 4 ഇരട്ടി കോര. പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. As soon as reason as possible, ധാരാളം മുദ്രപത്രങ്ങൾ വേണ്ടിവരും. നമുക്ക് ഡോക്യുമെന്ററി തയ്യാറാകണ്ടേ? പിന്നെ ദവിടെ empty paper. അയ്യോ, ദതിന്റെ ദപ്പുറത്ത് ഡേഞ്ചറസ്. എല്ലാ വിരലുകളും പതിച്ചേക്കൂ. തള്ളവിരൽ, ചെറുവിരൽ, ചൂണ്ടുവിരൽ, ചൂണ്ടാത്ത വിരൽ, മുച്ചാനുവിരൽ, നടുവിരൽ എല്ലാം പതിച്ചേക്കൂ. വെടിക്കെട്ടിന്റെ പരിപാടിയാണല്ലോ. ഏത് വിരലാ എപ്പോഴാ തെറിച്ചു പോകുന്നു പറയാൻ പറ്റില്ലല്ലോ. എന്താ അണ്ണാക്കിൽ വല്ലതും പോയോ? അണ്ണാക്കിലൊരു പ്രാണി. മതി മതി. മതി മതി. അല്ല, ഈ പേപ്പർ ഒരുപാടുണ്ടല്ലോ. മണിയും ഒരുപാടുണ്ടല്ലോ. ഇതെന്റെ കടിഞ്ഞൂൽ കൊടുപ്പാണ്. കറക്റ്റ് ആയിട്ട് തിരിച്ചു തന്നു. കടം മേടിച്ചാ കൊടുക്കാത്തവർക്ക് നീ ഒരു മാതൃകാ പുരുഷോത്തമനാകണം. ഞാൻ നാളെ മോർണിംഗ് പ്ലെയിന് ദുബായിക്ക് പോകും. അപ്പൊ തിരിച്ചിങ്ങോട്ടേക്ക് ഇല്ല. 3 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. അപ്പോ മുതലും പലിശയും ചേർത്ത് ഇരട്ടിയാവും. ഇനി ഞാൻ സൂത്രം കാണിച്ചേട്ടാ. അതിനെന്തിനൊപ്പിടണ? ഞാൻ നിങ്ങൾക്ക് കാശ് തന്നു എനിക്കൊരു ഉറപ്പുണ്ടേ. ഞാൻ ആരാ? മുതലിയാ? ജീവിതത്തിൽ ആദ്യമായിട്ടാ കടം മേടിച്ച് കച്ചവടം ചെയ്യുന്നത്. നമ്മുടെ ശ്രീകുട്ടി ഭാഗ്യമുള്ളവളാ കാരണേട്ടാ. ബാങ്ക് ഓഫ് ബ്രോഡ്വേ. ഓ കാവ്യ മാധവൻ. ഹലോ മോളെ ഡാഡിയാ, നീ ബാങ്കിലെത്തിയോ? യെസ് ഡാഡി, ഞാൻ മാനേജർ കൊടുക്കാം. മേ കമൻ സർ? ലാലു അലക്സ്. സ്റ്റേസിന്ന് ഡാഡിയാ. ഹലോ സാർ. ഞാൻ സ്ഥലത്തില്ലാത്തോണ്ട് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ മോളെ ഏൽപ്പിച്ചിരിക്കുന്നേ. ശരി സാർ. ഈ ഫയൽ ഒന്ന് ക്ലിയർ ചെയ്തേക്കും പ്ലീസ്. അല്ല, മോളെ ഇങ്ങോട്ട് പറഞ്ഞേക്കേണ്ട കാര്യമില്ലായിരുന്നു. ഒന്ന് വിളിച്ചാൽ ഞാൻ പേപ്പേഴ്സ് അവിടെ ചെന്ന് കളക്ട് ചെയ്യുവാൻ. நான் திருநெல்வேலி இருந்து ஆண்டிப்பட்டி பேசுறேன். சொல்லுங்க. நான் இங்க இருந்து ஒரு 1 லட்சம் கொரியர் அனுப்பியிருக்கேன். அங்க கிடைச்சதா இல்லையா? அண்ணே கொரியரா? ரொம்ப தேங்க்ஸ். ஆமா ஆமா, ஆர்டர் எல்லாம் அப்புறம் சொல்றேன். நீங்க போன் வச்சிருங்க. எஸ்டிடி அப்பா, எஸ்டிடி. എന്താടോ? സർട്ടിഫിക്കറ്റ് ആണ് സാർ. കൊച്ചു മാറ്റി പോരെ സാർ. ലോണിലുള്ള എല്ലാ പേപ്പേഴ്സും റെഡിയാണ് സാർ. ഇത് പൊസഷൻ സർട്ടിഫിക്കറ്റ്, ഇത് കുടികട സർട്ടിഫിക്കറ്റ്, ഇത് കരമടച്ച് സർട്ടിഫിക്കറ്റ്, ഇത് കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ്, ഇത് വില്ലേജ് ഓഫീസറുടെ സാങ്ഷൻ. ഇത് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഇത് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ലോൺ തിരിച്ചു പിടിക്കുന്നതിനുള്ള സെക്യൂരിറ്റി. ഇതൊക്കെ അക്കൗണ്ടിനെ ഏൽപ്പിച്ചു. സാർ എത്രയും പെട്ടെന്ന് സോണി ആ വെരിഫിക്കേഷൻ വെരി ലേറ്റ് ആക്കരുത്. ശ്രമിക്കാം. അതുവരെ പിടിച്ചു നിൽക്കാൻ ഒരു ഓടി പാസ്സാക്കി തരും. കാശിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ. ഓടി പാസ്സാക്കാനുള്ള ഡീലിങ്സ് നിങ്ങൾക്ക് ബാങ്കുമായിട്ടില്ല. അയ്യോ, എന്നാ ഇപ്പോഴത്തെ ഒരു ചെക്കില്ലേ, അതൊന്ന് ഡിസ്കൗണ്ട് ചെയ്ത് തരൂ. വന്നേ. എനിക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. താൻ പോയി അക്കൗണ്ടിനെ കാണും. ഇയാളുടെ തല പോലെ തന്നെ മനസ്സ് ഒന്നുമില്ല. ഓ அவங்க போன் இங்க இங்க. ഓക്കേ ഓക്കേ. ഓ அவங்க അപ്പാവാ. ഹലോ, ഇതാരാ? നിങ്ങളാരാ? ഞാൻ ആരെങ്കിലും ആട്ടെ. നീ ആരാ? എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഞാൻ ആരാന്നോ? മര്യാദക്ക് നമ്പർ ഒക്കെ ഡയൽ ചെയ്യണം. ஓ இவங்க வீட்டுக்கே போயிட்டாங்க. ഹലോ, நீ திடீர்னு ஒரு பேப்பர் பேனாவை எடுத்துட்டு. ആരാ സംസാരിക്കുന്നത്? அதெல்லாம் அப்புறம் சொல்றாமா. நீ சீக்கிரம் பேப்பர் எடுத்துருங்க. எஸ்டிடி அம்மா. ഒരു പേപ്പർ പേന എടുത്ത്. குண்டு 100 டசன். എന്താ? குண்டு 100, അമിട്ട് 100. ഗുണ്ട് 100, മേശപ്പൂ 2. നിങ്ങൾ ആരാ? ഗർഭം കലക്കി ഇരിക്കാമ്മ. സ്റ്റുപ്പിഡ്. ഗർഭം കലക്കിയാ?
ആ പോയ കാര്യം എന്തായി? ഏയ്, ആ മാനേജർ നടക്കും തോന്നല്ല. മാനേജർ നടന്നില്ല നിനക്കെന്താ? അതല്ല, അയാളൊട്ട് അടുക്കളന്നേ. അപ്പൊ നിങ്ങൾ തമ്മിൽ അടുത്തിട്ട് കല്യാണം കഴിക്കാനുള്ള പരിപാടിയാ? ലോണിന്റെ കാര്യം എന്തായി? അത് തന്നെ പറഞ്ഞ ലോൺ ശരിയാവില്ലാന്ന്. അയ്യോ, ഞാനാ ആ പിന്നെ എന്റെ ബ്രദർ ലേഡീസ് വെയറിന്റെ പുതിയ ബിസിനസ് തുടങ്ങി. നിന്റെ സൈസ് എത്രയാ? റോങ് നമ്പർ. ഒരു പെണ്ണ് വിളിച്ചിട്ട് ചോദിക്കാം എന്റെ സൈസ് എത്രയാന്ന്. എന്നിട്ട് നീ പറഞ്ഞോ? ഏയ്, പറയല്ലേ, എന്റെ ലൈഫ്. ഹലോ, ഞാൻ മണവാളനാണ്, മണവാളൻ. ഞാനിപ്പോ മുംബൈയിൽ നിന്നാണ് വിളിക്കണത്, മുംബൈയിൽ ആ ഷേഖ് അബ്ദുള്ള തെണ്ടിയെ കുടുക്കിയടാ. ജയിലിൽ കിടക്കണതായിരുന്നു. 1000 ഭാഗ്യത്തിന് മുംബൈ വരെ എത്തി. എന്റെ എല്ലാം പോയടാ. ദുബായിലുള്ളതും നാട്ടിലുള്ളതും എല്ലാം പോയി. തുണിക്ക് മറുതുണിയില്ലാതെ ഞാൻ മുംബൈ തെരുവുകളിൽ തേരാപ്പാര നടക്കുകയാണ്. കള്ളവണ്ടി കയറാനുള്ള കാശ് പോലും എന്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാനൊരു ടാക്സി പിടിച്ചു വരികയാണ്. ടാക്സി കൂലി നീ തന്നെ കൊടുക്കണം. കൂടാതെ നീ എനിക്ക് തരാനുള്ള കാശും പലിശയും പലിശയുടെ പലിശയും. ഹലോ, നിങ്ങൾ ആരോടാ സംസാരിക്കുന്നെന്ന് അറിയോ? ആഹാ, കാശ് ചോദിച്ചപ്പോ ഈ ശബ്ദം മാറ്റണ. മര്യാദ കാശ് എന്നില്ലെങ്കിലേ ഈ മണവാളനായിരുന്നു നീ അറിയും. ശരി, എന്നത്താ നേരിട്ട് വാ, മുഴുവൻ അങ്ങ് സെറ്റിൽ ചെയ്തേക്കാം. താങ്ക് യുടാ. അയ്യോ, കഴിഞ്ഞു. എന്റെ ഫുൾ ക്യാഷ് അതിനകത്തായിരുന്നു. കെട്ടിയ പെട്ടി ഒരിക്കലും അഴിക്കരുത്, ഐശ്വര്യക്കാരാ. പ്രത്യേകിച്ച് ഒരു ലോങ് ട്രിപ്പ് പോകുമ്പോ. ബുക്കും പേപ്പർ ഉണ്ടോ? വണ്ടിയുടെ ബുക്കും പേപ്പർ? അല്ലല്ല, പറ്റുബുക്കേ. ഇല്ലെങ്കിൽ 200 പേരുടെ വഴിട്ടൊരെണ്ണം വാങ്ങിച്ചോളൂ. എന്നിട്ട് ഇവിടെ മുതൽ അവിടം വരെയുള്ള എന്റെ എല്ലാ ചെലവുകളും എഴുതി വെച്ചോളൂ. മുംബൈ നിന്ന് കൊച്ചിയിലേക്ക് ഒരു ലോങ് ട്രിപ്പ് ജീവിതത്തിൽ ആദ്യമായിട്ട്. അതിരിക്കട്ടെ, സാറ് മലയാളിയാണോ? അതെ, താനോ? ഞാനും മലയാളി. അയ്യോ, ഇവിടെ മലയാളത്തിൽ മിണ്ടി പറഞ്ഞ. എന്താ പേര്? പി ധർമ്മേന്ദ്ര. നല്ല പേര്. എന്താ പേര്? നല്ല പേര്. ഹരികൃഷ്ണൻ, അതെ, തൊഴില് പടക്ക കച്ചവടം. യെസ്, ഹോൾസെയിൽ ആണ്. കൊറേ കാശ് പലരിൽ നിന്നായി കടം വാങ്ങിയിട്ടുണ്ട്. ആണോ? എന്നിട്ട് എന്താ തിരിച്ചു കൊടുക്കാതെ? ഞാനല്ല, താൻ. ദുബായിൽ നിന്നൊരു മണവാളൻ, തിരുനെൽവേലിയിൽ നിന്നൊരു ആണ്ടിപ്പെട്ടി. ഇവർക്കൊക്കെ താൻ കാശ് കൊടുക്കാനുണ്ട്. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. സൗന്ദര്യം മനുഷ്യരിങ്ങനെ ഒരു ശാപമാവോ? കുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് പ്രേമിക്കാൻ സമയമില്ല. അതിന് തന്നിപ്പാര പ്രേമിച്ച്? പിന്നെന്തിനാ താൻ എന്റെ ബയോഡാറ്റ തപ്പിയെടുത്തത്? തപ്പിയെടുത്തൊന്നല്ല, ഞാനിപ്പോ സംസാരിക്കുന്നതേ തന്റെ ഫോണിന്നാ. എന്റെ ഫോണിന്നാ? അപ്പൊ ഞാൻ സംസാരിക്കണേ തന്റെ ഫോണിന്നാ? അതെ. അയ്യോ, ഇത് എന്റെ നമ്പർ ആണല്ലോ. നമ്മുടെ ഫോണുകൾ തമ്മിൽ എങ്ങനെയോ മാറിയിട്ടുണ്ട്. ആ, വെറുതെ അല്ല. ഡാഡി എന്ന് പേരുള്ള ഒരു തെണ്ടി എന്നെ എപ്പോഴും സ്റ്റേജിൽ വിളിക്കണം. ആ തെണ്ടി കുട്ടിയുടെ അയ്യോ, നാളെ തന്നെ എന്റെ ഫോൺ തിരിച്ചു തരണം. ഓ പിന്നെന്താ, എങ്കിൽ നാളെ തന്നെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ പറഞ്ഞു വിട്. എനിക്ക് ഹസ്ബൻഡ് ഒന്നുമില്ല. ഓ സോറി, വിധവയാണല്ലേ? എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിക്കാത്ത വിധവയോ? തനിക്ക് കൊണ്ടു തന്ന എന്താ? കുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനൊരു വൻകിട ബിസിനസ്സുകാരനാണ്. എനിക്കിവിടെ 100 കൂട്ടം തിരക്കുണ്ട്. എന്നാലും നാളെ രാവിലെ 10 മണിയാകുമ്പോ പോസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിൽ വരാൻ പറ്റുമോ? ഓക്കെ. അതെ, ഈ ഫോണിൽ നിന്ന് ഞാൻ കുറച്ച് STD വിളിച്ചിട്ടുണ്ട്. ബില്ല് വരുമ്പോ ഞെട്ടരുത് കേട്ടോ. നോ പ്രോബ്ലം. ഞാൻ വിളിച്ചത് മുഴുവൻ ISD യാ. തമിഴ് സോങ്. അങ്ങനെ നാടെത്തി. ഞാൻ ഈ മലയാള നാടിന്റെ ഗന്ധമൊന്ന് ആസ്വദിക്കട്ടെ. അയ്യേ, കൊച്ചി എത്തി. ആ, വണ്ടി വിട്ടോ. ജി സാർ. இது வந்து 2003. அப்ப எப்படின்னு எனக்கு தெரியல, இப்ப நல்லா இருக்கும். ഇവളല്ലേ ഇവളെന്റെ സ്വന്തം ഭാര്യയാണ്. അവളോട് ഞാൻ മിണ്ടിയത് പറഞ്ഞിരിക്കും. സ്വന്തം ഭാര്യ? നീ ഇവളോട് മിണ്ടേണ്ടി പറഞ്ഞേണ്ടി ഫലാടാ. ഈ നേരത്തെ നിൽക്കണ്ടൊക്കെ ഒരു ജാതക്കല്ലേ ആളുണ്ടല്ലോ. എന്റെ ഭഗവതി, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം ഭാര്യ അടുത്ത് മിണ്ടാൻ പാലെന്ന തള്ളേ ലോകത്താദ്യമായിട്ട് കാണുകയാണ് മൂദേവി. അതെ, മൂദേവി, മൂങ്ങ, രാക്ഷസി, മൂദേവി. എല്ലാ ചീത്തപ്പേരും നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ഭാര്യ ഞാൻ അവിട്ട് വെച്ച് പൊട്ടിച്ചാളി. என்ன கிளி கிளிக்கிறாங்க? இந்த கிளி கிளிக்கிறாங்க. ഞാൻ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ. பின்னாடி பாட்டி GST. അവനെ പിന്തുടരൂ, ആ ബൈക്കാരെ ഫോളോ ചെയ്യൂ.
താൻ എന്തിനാണോ വണ്ടി ഇരുന്നത് വീലടിച്ച് സാബ്ജി. ആ ബൈക്കിൽ ഫോളോ ചെയ്യണോ ദേ, എന്റെ കാറിലെ വീല് പോണു സാബ്ജി. ഏത് തന്റെ ടയറാണത്? ദേ, എന്റെയാണ്. താൻ എന്തിനാണ് ഈ ടയറെ കൊണ്ട് സൈക്കിൾ ഇടിച്ചത്? എന്നെ എടുത്തൊരു കിക്ക് വരാം. ദാ, 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 പിടിച്ചോ 100 രൂപ പിടിച്ചോ. 100 രൂപയോ 200 താണോ? ഇങ്ങ് താണോട്. 200 രൂപ 6 ചട്ടിക്ക് 200 രൂപ. അപ്പൊ ഒരു ചട്ടിക്ക് എന്താ ഇതെന്റെ ടയറാ. ഇതെടാ, പോടാ, വീട്ടിൽ പോടാ. ഇതെന്റെ ടയറാണ്. ഡാ, ഡാ, ഡാ. ഇതൊരു കഷ്ടം. ധാരാവിന്ന് കേട്ടിട്ടുള്ള കേറ്റിക്കള ഞാൻ. ആ, ഈ മലയാളീസിന്റെ കാര്യം ചതിയന്മാരാണല്ലേ. 200 കൊടുത്താൽ ടയർ കിട്ടിയത്. ആ, ഈ സൈഡ് രണ്ടും ഓക്കെ, ആ സൈഡായിരിക്കും. ഈ സൈഡും രണ്ടും ഓക്കെ. അപ്പൊ പിന്നെ ഈ ടയർ ഏതാണ് സാബ്? ആകാശത്ത് വന്നോ ഫ്ലൈറ്റിൽ നിന്ന് വീണതായിരിക്കും. എന്റെയും പറയാ. ഇയാളാണ് ആള്. ഏട്ടാ പിടിച്ചോ, ഫ്രീയാ. ഇപ്പൊ 200 രൂപ പോச்சு. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, ജി. സമാധാനമായല്ലോ. സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. നീ എങ്ങോട്ടാ? മൊബൈലുമായിട്ട് ആ പെണ്ണ് പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഏത് പെണ്ണ്? ഒരു പെണ്ണ്. ஸ்டைலிஷா ஹோண்டா அக்கார்ட் மாதிரி இருக்கு. ஐயா போச்சு. டிச்சு. ഇറങ്ങണ്ട, ഇവിടെ നിന്ന പ്രശ്നം. നീ വേഗം വണ്ടി വിട്. നീ വണ്ടി എടുക്ക്. இந்த பைக் நல்லா இருக்குல்ல? வெரி லேட். ഹരി, ഹരീഷ്ണ, ഇവ പൊങ്ങിയില്ലേ? ഹരീഷ്ണ, என்ன தேடிட்டு இருக்காரு தண்ணியில. ഹരീഷ്ണ, ഹരീഷ്ണ, അയ്യോ, താനെന്തിനാ കരയണത്? ഹരി എന്തിയേ? അവൻ കാറിടിച്ച് വെള്ളത്തിൽ പോയി. കാറ് പിടിച്ച് വെള്ളത്തിൽ പോയാ? കാറ് പിടിച്ചല്ലടോ, കാറിടിച്ച് വെള്ളത്തിൽ പോയിന്ന്. അയ്യോ അയ്യോ 5 ലക്ഷം. ഹരീഷ്ണ, എനിക്ക് കാശിനോളം വെള്ളത്തിൽ പോയേ. കാശ് വെള്ളത്തിൽ പോയാ? അയ്യോ അയ്യോ നിന്ന് കരയാതെ കക്ഷിയെ രക്ഷപ്പെടുത്താൻ നോക്ക്, അല്ലെങ്കിൽ ടാക്സിയുടെ വെയിറ്റിംഗ് ചാർജ് കൂടി പറഞ്ഞേക്കാം. നോക്കിക്കാണ് ചാടോ. ഏയ്, നീന്തൽ പഠിക്കാതെ ഞാൻ വെള്ളത്തിൽ ചാടുന്ന പ്രശ്നമില്ല. ഞാൻ ഈ വെള്ളത്തിൽ കിടക്കണോണ്ട് കാശ് കണ്ടിട്ടാ തന്റെ ടാക്സി വിളിച്ച് വന്നത്. തന്റെ ടാക്സി ചാർജ് വെയിറ്റ് ചാർജ് വേണ്ടി ചാടോ. ഗണപതി പപ്പ മോറിയ. கணபதி பாப்பா. മുമ്പ് ഇത് പറഞ്ഞോ. மும்பைல ഗണപതി പപ്പ. എനിക്കത് വേണ്ട. സ്വാമിയേ ശരണമയ്യപ്പ. இப்பதான் கேரளா போட்டு கொடுத்துருக்காரு. ചാടിയ പോലീസാണ് ഹരി, അറിയാവോ? ഇനി വേറെ ആരെങ്കിലും പൊക്കിക്കൊണ്ട് വരുവോ? വല്ല തുമ്പം കിട്ടിയാ? തുമ്പല്ല സാബ്, ഫുള്ളും കിട്ടി. ഓ മൈ ഗോഡ്, മുയ് മോനും മീൻ കൊത്തി തീർന്ന് പൊടി പോലും ഇല്ലല്ലോ കണ്ടുപിടിക്കാ. ആകാശം നോക്കേ, അവനാണോ നോക്കട്ടെ. അവനല്ല, அது எப்படி அதை பார்த்து சொல்றீங்க? വലിയ മറുകണ്ടായിരുന്നോ? അതെന്ത്? അയ്യോ ഉള്ളതിൽ നല്ലതൊക്കെയാണ് സാബ് എടുത്തത്. 3 എടുക്കണ. ஆக்சன் பிளாக். എവിടെ നോക്കിയാ വണ്ടി ഓടിക്കണേ? അയ്യോ, പെണ്ണായിരുന്നല്ലേ. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കണേ? മര്യാദക്ക് സംസാരിക്കും. ഒരു മര്യാദക്കാരത്തി. നീ പോടിയ എപ്രാച്ചി. அப்புறம் ഒറ്റ അടി വെച്ചെന്നാണെങ്കിൽ പല്ല് 32 താഴെ കിടക്കും. ഡോ, ഞാൻ ആരാണെന്ന് തനിക്കറിയില്ല. നീ ആരാണെങ്കിലും എനിക്ക് എന്തൊരു ശീമപ്പന്നി. ശീമപ്പന്നി? കംപ്ലൈന്റ് എഴുതി சீம കൊടുത്തേ. பண்ணியா? നിന്റെ ലൈസൻസ് അവര് കട്ട് ചെയ്യും. എന്താ പ്രശ്നം? வெள்ளப்பள்ளி കേറി പിടിച്ചു. അത് ശരി, പട്ടാപ്പകല് പെണ്ണുങ്ങളെ കയറി പിടിക്കല്ലേ? അടിക്കണ നിർത്തരുത്, ഷഡ്ഡിങ് വന്നേ. എന്തിനാ? നമുക്ക് ഈ അമ്മയും പെങ്ങളൊക്കെ ഉള്ളതല്ലേ. താനെന്തിനാ കരയണത്? ஐயோ, என்ன ஷூட்டிங் பார்க்க இத்தனை பேர் வந்திருக்காங்க. കൊല്ലണ്ടി വരുന്നു. കരഞ്ഞു പോയതാ. என்னடா அவனை காணணும், ஊரே தேடி. அதான் அதான். ഇവിടെ ഒരു മനുഷ്യന്റെ ജീവൻ മരണ പോരാട്ടം നടക്കണത്. കാരണം ചോദിച്ചാൽ ഞാൻ എന്ത് പറയുന്നത് എനിക്കറിയാൻ പാടില്ല. എന്താ എന്താ പ്രശ്നം? വണ്ടി ഇടിച്ചു കൊടുത്തും വെള്ളത്തിൽ പോയി. ദൈവമേ, തീ പൊരിച്ചേട്ട്. இப்ப அசோகன் செத்து போயிட்டான்னு நினைக்கிறாங்க போல. നോക്ക്, അവിടെ 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 അല്ലേട്ടാ, അവിടെ 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 നോക്ക്, അവിടെ. അവൻ கொடுத்துள்ளது. ലവനാണ് വെള്ളത്തിൽ ചാടി തത്തെന്ന് പറഞ്ഞത്. ആ കരക്ക് നിൽക്കുന്നവൻ. ആ പിന്നെ സാബ് എന്തിനാ വെള്ളത്തിൽ ചാടി? അങ്ങനെയെങ്കിലും താനൊന്ന് കുളിക്കട്ടെ എന്ന് കരുതി. ആരാം സാബ്. ഒന്ന് മാറി. ചേട്ടാ ഒന്നും പറ്റില്ലല്ലോ. നിനക്ക് പോയപ്പോ ഒന്ന് പറഞ്ഞിട്ട് ആ പോകാൻ. പെണ്ണിന്റെ കാർ വന്നു. എടാ, നിന്റെ ഡെഡ് ബോഡിക്ക് വേണ്ടിയാണ് ഇവിടെ ജനങ്ങളെല്ലാം തെരച്ചിൽ നടത്തുന്നത്. കണ്ട എയർഫോഴ്സ് ഒന്നും ഫയർഫോഴ്സ്. Airforce. ഡെഡ് ബോഡി കിട്ടല്ലേ ഈശ്വര. இவரோட ரெட் பாடி கிடைக்க கூடாதுன்றாங்க. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാടാ. അയ്യോ, ഞാൻ ആ ഫയർഫോഴ്സുകാരെ ഒന്ന് പിടിച്ചിട്ട് വരട്ടെ. ആ
ഹരി ഡിയർ ഫയർഫോഴ്സ്, തെരച്ചിൽ നിർത്തിക്കൊള്ളൂ. നിങ്ങൾ ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്ന ഡെഡ് ബോഡി ജീവനോടുകൂടി തിരിച്ചു വന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അടി വാങ്ങ പോറാ. സമ്മാനിക്കിൻ. സാകളെ, കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിക്ക്, ആരാടാ ഫയർഫോഴ്സിനെ വിളിച്ചത്? ഞാനാണ്. അതെന്റെ പൗരധർമ്മമാണല്ലോ. ഇവിടുത്തെ സർവ്വ ജലവും സെറ്റിൽ ചെയ്തിട്ട് പോയാൽ മതി. ஓகே கைஸ், இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 2ல சந்திப்போம். நன்றி, வணக்கம். பாய்.